ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല. എന്നെ വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർലമെൻ്ററി പാർട്ടി വെച്ചു. DCC പ്രസിഡൻറ്റും എല്ലാവരും വന്നു. ഞാൻ ചെയ്യാത്ത തെറ്റ്, ഞാൻ കോൺഗ്രസിന് വിരുദ്ധമായിട്ടൊരു വാക്ക് പോലും പറയാത്ത എന്നെ കൂറുമാറ്റത്തിനാണ് ശിക്ഷിച്ചത്. അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ അയോഗ്യരായിട്ട് പ്രഖ്യാപിച്ചു, എന്നെ രാജുവിനെ. കോൺഗ്രസ് കൗൺസിലറായിരുന്നു, ഒപ്പം തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു പദവിയിൽ ഇരുന്നതിന് ശേഷമാണ് ഇപ്പോൾ BJP എന്നൊരു സംഘടനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഉണ്ടായിരുന്ന പാർട്ടി, ആ പാർട്ടിക്കാരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് പേര് അവരുടെ അടുത്ത് സ്വകാര്യമായി സംസാരിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ അത് തന്നെയാണ് കേട്ടോ. ഭാരതത്തിന്റെ തന്നെ നാഥനായ നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവനും മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശ്രീ നരേന്ദ്രമോദിജി. ഈ 6 വർഷം എന്തുകൊണ്ട് ഞാൻ മാറി അവിടെ നിന്ന് എന്നോട് അത് ചോദിച്ചില്ല. ഒരു ഗ്രൂപ്പ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഒരു ഗ്രൂപ്പുകാർ നമ്മളെ വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മളെ തള്ളി. ഓടി നടന്ന പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് വനവാസം. അപ്പോൾ ഞങ്ങൾ മത്സരിക്കാൻ ഇത് കൊടുക്കും, നോമിനേഷൻ കൊടുക്കും, അപ്പുറത്ത് ഉള്ളവർ വന്ന് ഞങ്ങളുടെ അയോഗ്യത കൊണ്ടുവരും. എനിക്ക് ആ പള്ളി ഞാൻ 100% ദൈവത്തിനെ പോലെ വിശ്വസിച്ചു. അത് എന്തൊക്കെ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം കളഞ്ഞിട്ട് വിശ്വസിച്ചു. മുൻ AICC അംഗവും 20 വർഷത്തിലധികം നോർത്ത് പറവൂരിലെ കൗൺസിലറുമായിരുന്ന വത്സല പ്രസന്നകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഇപ്പം 20 അല്ലെങ്കിൽ 25 വർഷത്തോളം നോർത്ത് പറവൂരിലെ കൗൺസിലറായിരുന്നു, കോൺഗ്രസ് കൗൺസിലറായിരുന്നു, ഒപ്പം തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു പദവിയിൽ ഇരുന്നതിന് ശേഷമാണ് ഇപ്പോൾ BJP എന്നൊരു സംഘടനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് BJP എന്നത് ചോദിക്കുന്നതിലും അപ്പുറം എന്തുകൊണ്ടായിക്കൂടാ, BJPയിലായിക്കൂടാ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം? കോൺഗ്രസിൽ നിന്ന് എന്തുകൊണ്ട് BJPയിലേക്ക് മാറാൻ? ഇപ്പോൾ ഒരു തമാശ അതിനിടയ്ക്ക് ഞാൻ പറയാം. ഞാനിപ്പോൾ എന്തുകൊണ്ട് നേരത്തെ BJPയിൽ വന്നില്ല എന്ന് ഒരുപാട് പേര് ഇപ്പം എന്നെ വിളിച്ച് ചോദിക്കുന്നു. ഇപ്പം പുതിയതായിട്ട് ഇങ്ങനെ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. 95-ൽ ഇങ്ങനെ പഞ്ചായത്ത് രാജ് നിയമം പാസ്സായി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിലേക്ക് വനിതാ സ്ഥാനാർത്ഥികളെ തേടി നടക്കുന്ന, രാഷ്ട്രീയ പാർട്ടികളെല്ലാം തേടി നടക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ പരിചയമുള്ള നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ചിലരൊക്കെ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് നിർബന്ധമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മളെയും കൂടി രംഗത്ത് ഇറക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് വനിതയാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വനിതാ വാർഡ് 33% വനിതകൾക്കുണ്ടായിരുന്നു സംവരണം. വനിതയാവുകയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. ഈ വാർഡ് പുള്ളി ഡോക്ടറാണ്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും പുള്ളി അറിയപ്പെടുന്നത്, എന്നെ അങ്ങനെ ആരും അറിയില്ല. അപ്പോൾ വനിതാ വാർഡ് ആയി. തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പായിരുന്നു. വനിതാ വാർഡ് ആയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പൊതുരംഗത്തേക്ക് ഇറങ്ങാനായിട്ട്. ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞു. പിന്നെ കുട്ടികളായി വീട്ടിലെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് വീട്ടിലൊതുങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് എന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിന്നപ്പോൾ എനിക്കെതിരെ മത്സരിച്ചത് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു അധ്യാപികയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ജയിച്ചു. അത് ഹസ്ബൻഡിൻ്റെ ഒരു പേരിൻ്റെ പുറത്താണ് ഞാൻ ജയിച്ചത് ശരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടൈം വന്നപ്പോൾ ഒരു പ്രാവശ്യം നിൽക്കാമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ സത്യത്തിൽ. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ വീണ്ടും നിൽക്കണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. മാത്രമല്ല ചെയർമാൻ സ്ഥാനം വനിതകൾക്ക് വന്നു. അപ്പോൾ രണ്ടാമത്തെ ടൈം 2000-ൽ 95-ൽ കഴിഞ്ഞ് 2000-ൽ സ്വാഭാവികമായിട്ട് എല്ലാവരും എയും ഐയും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എ ആണോ ഐ ആണോ എന്ന് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ല വന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ വിളിച്ചു, ഒരു ജനപ്രതിനിധിയായി. പക്ഷേ ഒരു ഗ്രൂപ്പ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഒരു ഗ്രൂപ്പുകാർ നമ്മളെ വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മളെ തള്ളിയിടും. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഞാൻ ഐ ഗ്രൂപ്പ് വേണമെന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എയും ഐയും എല്ലാവരും കൂടി ഒന്നിച്ച് എന്നെ ചെയർമാനാക്കി, എല്ലാ നേതാക്കന്മാരും ഒക്കെ ഒരുമിച്ച്. അങ്ങനെ ഞാൻ ചെയർമാനായി. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ മൊത്തം സമൂഹത്തിലൊരു വിഷയമുണ്ടായി പാർട്ടിയിൽ. ശ്രീ K കരുണാകരൻ ഒന്ന് പാർട്ടിയായിട്ട് തെറ്റി DIC ഒക്കെ രൂപീകരിച്ച സമയം എ ഗ്രൂപ്പ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളൊക്കെ താഴെ വീണു.
കോതമംഗലം തുടങ്ങി ഇങ്ങോട്ട് മൂവാറ്റുപുഴ, കോതമംഗലം, പറവൂര് ഒക്കെ പെടും അതിൽ. അപ്പോൾ അതിൽ അവിശ്വാസം കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ തവണ. ഒരു 25-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിന് ഭരണം കിട്ടുന്നത്. എന്നിട്ട് ആ ഭരണത്തിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ അവിശ്വാസം കൊണ്ടുവന്ന് നമ്മളെ താഴെ ഇറക്കി. അതോടുകൂടി ഞാൻ വിചാരിച്ചു ഇനി ഇത് കഴിഞ്ഞ പിന്നെ തീർന്നു, ഞാൻ അവസാനിപ്പിക്കും, 2 കൊല്ലം കൂടി കഴിച്ചു കൂട്ടിയിട്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിഞ്ഞു. 5 വർഷം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. എനിക്കെതിരെ വോട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ കൂറുമാറ്റത്തിന് ശിക്ഷിക്കാൻ വേണ്ടി എനിക്കെതിരെ കേസ് കൊടുത്തു. ആ നിയമം അങ്ങനെയായിരുന്നു അത്ര അന്ന്. മുനിസിപ്പൽ നിയമത്തിൽ ഭൂരിപക്ഷം പേര് വിപ്പിനെ തിരഞ്ഞെടുക്കുമല്ലോ, ആ വിപ്പ് ഭൂരിപക്ഷത്തിൻ്റെ ഇതായിരിക്കും. വിപ്പ് പറയുന്നത് ലംഘിച്ച ആളെ കൂറുമാറ്റം. അപ്പോൾ വിപ്പ് നമുക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തോളണം. ഇടതുപക്ഷ പാർട്ടിയുടെ കൂട്ടുപിടിച്ച് എന്നെ അവിശ്വാസം കൊണ്ടൊന്ന് താഴെ ഇറക്കുമ്പോൾ എനിക്കെതിരെ വോട്ട് ചെയ്തില്ല എന്നാണ് എൻ്റെ പേരിലുള്ള കുറ്റം. അപ്പോൾ ഈ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യത, കൗൺസിലിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിൽ 7 പേരുണ്ടായിരുന്നെങ്കിലും എന്നെ തെരഞ്ഞുപിടിച്ച് എൻ്റെ കൂടെ ഒരു MJ രാജു എന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിലറും കൂടിയാണ്. ഞങ്ങൾ 2 പേരും തെരഞ്ഞുപിടിച്ചാണ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്. അപ്പോൾ അന്ന് ഞാൻ ചെയർമാൻ ആകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത് കഴിഞ്ഞിട്ടാണ് MLA ആയിട്ട് ഇവിടെ വരുന്നത്. അദ്ദേഹം അതിനുശേഷം പിന്നെ എല്ലാ കാലങ്ങളിലും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആദ്യത്തെ ടൈമിൽ ഞാൻ ജനപ്രതിനിധി ആകുമ്പോഴും 2ാമത്തെ ടൈമിൽ ഞാൻ അധ്യക്ഷയാവുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല അതിലൊന്നും. പക്ഷെ അതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും പുള്ളിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ സ്ഥാനത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞു. പിന്നെ ഓരോ തവണയും മത്സരിക്കും, കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് വനിത മാറി മാറി വന്നു. LDF ഗവൺമെൻറ് വന്നപ്പോൾ 50% വനിതാ സംവരണം. അപ്പോൾ ഒരു ടൈം വനിതയാണെങ്കിൽ അടുത്ത ടൈം ജനറലാവും. അങ്ങനെ മാറി മാറി വന്നിട്ട് ഇവിടുന്ന് എൻ്റെ ഈ വാർഡിലുള്ള പ്രവർത്തകർ പറയും, എന്നോട് മാറി നിന്നാൽ നമുക്ക് ഈ വാർഡ് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എപ്പോഴും പുരുഷന്മാരായിരിക്കും. ജനറൽ സീറ്റാണല്ലോ. പിന്നെ വനിതവരും പിന്നെ ജനറലവരും അങ്ങനെയായിരുന്നു. ഒരു പ്രാവശ്യം മാത്രം വനിതയും ജനറലും അല്ലാതെ പട്ടികജാതി സംവരണം വന്നു. അപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ തന്നെ ഒരു കൗൺസിലറെ നിർത്തി ജയിപ്പിച്ചു ഞാൻ അടുത്ത വാർഡിൽ പോയി മത്സരിച്ചു. ആ പ്രാവശ്യവും കൂടി ചെയർമാനായി വീണ്ടും. അപ്പോൾ ഇത് നിർത്താം എന്ന് വിചാരിച്ചെങ്കിലും നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വീണ്ടും ചെയർമാനായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിൽക്കുന്നില്ല. 2015 ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞു ഞാനില്ല കേട്ടോ, ഈ വാർഡിൽ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ, ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരിക്കലും ഇതിലൊരു കടുത്ത രാഷ്ട്രീയം വരില്ല. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒക്കെ വ്യക്തിപരമായിരിക്കും. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അന്ധമായി ഒരു പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഒരു വാർഡും. അങ്ങനെ ഞാൻ മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ആ തവണ മാറി നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നെ ഒരുപാട് നിർബന്ധിച്ചു. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് NALI, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം നിൽക്കുമ്പോൾ എല്ലാ കാലത്തും ജനറൽ സീറ്റ് വരുമ്പോഴേ നിൽക്കുള്ളൂ. പുള്ളി വനിതാ സംവരണം വരുമ്പോൾ നിൽക്കില്ല. അപ്പോൾ ജനറൽ സീറ്റ് വന്നു. ആ തവണ ജനറൽ സീറ്റ് വന്നപ്പോൾ പുള്ളി മത്സരിക്കണ്ടായിരുന്നു. പുള്ളി മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് പുള്ളിക്ക് പകരം വയ്ക്കാൻ ഞാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധമായിട്ട് നിൽക്കണം, നമ്മൾ നിന്നില്ലെങ്കിൽ നമുക്ക് ഭരണം കിട്ടില്ല, നമ്മൾ തുടങ്ങി വെച്ചത് മുഴുവൻ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, ശക്തിയായ എതിരാളി ആണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധത്തോടു കൂടി പുള്ളി അദ്ദേഹം പറയുമ്പോൾ എനിക്കത് നിഷേധിക്കാൻ തോന്നിയില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞു ഈ തവണ നിൽക്കണ്ട, ഇത്രയായില്ലേ, നമ്മൾ KPCC ജനറൽ സെക്രട്ടറിയാണ്, നമ്മൾ ഈ മുനിസിപ്പാലിറ്റി തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, വേറെ ആരെങ്കിലും വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളില്ലെങ്കിൽ ലോകമില്ലാന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനത് പറഞ്ഞിട്ട് പുള്ളി അത് സമ്മതിക്കണില്ല. എന്നെ പറഞ്ഞ് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്, കൺവിൻസ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ നിന്നു.
അങ്ങനെ നിന്ന് പിന്നീടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായത്. ഞാനിങ്ങനെ ഇതൊന്നും പറയണമെന്നോ ഇങ്ങനെ സംഭവിക്കുന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ഇപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഈ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൂടിയത്. ഞാൻ പോലും അറിയാതെ എനിക്ക് പറയേണ്ടി വന്നു. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 6 കൊല്ലം ഞാൻ ഇത്രയും ഞാൻ ഓടി നടന്ന് എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടായിരുന്നു. ഒറ്റ കാര്യത്തിലും ഞാൻ മാറി നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓടി നടന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഈ 6 വർഷം എന്തുകൊണ്ട് ഞാൻ മാറി അവിടെ നിന്ന് എന്നോട് ആരും ചോദിച്ചില്ല. ഓടി നടന്ന പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് വനവാസം മാറി നിൽക്കേണ്ടി വന്നു. എന്തുകൊണ്ട് അതായിന്ന് അങ്ങനെ മാറി നിൽക്കുന്നു എന്ന് എന്നോട് ആരും ചോദിച്ചില്ല. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ചോദിച്ചില്ല. നമ്മുടെ കൂട്ടുകാരെ അവർക്കൊക്കെ അറിയാം കാര്യങ്ങൾ. പക്ഷെ എനിക്കത് വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടായി. ഞാൻ അങ്ങനെ നിന്നു, അദ്ദേഹം പറഞ്ഞിട്ട് നിന്നു. ഞാൻ പരാജയപ്പെട്ടു എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഭൂരിപക്ഷമാണ് കിട്ടിയത്. 4 വോട്ടിന് ഞാൻ ജയിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലെപ്പോഴും ആ പരാജയമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അപ്പോൾ റിസൈൻ ചെയ്യാതിരുന്നത് ഈ ഇത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചു എന്ന് പിന്നെയാണ് അറിയുന്നത്. ഇവിടെ ആ കൊടുങ്കാറ്റിലും പതറാതെ നിന്ന് എന്നെ സംരക്ഷിച്ച ഈ വാർഡിലെ ജനങ്ങളുണ്ടല്ലോ, അവരോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഇനി നമുക്ക് ആര് വോട്ട് ചെയ്തൊന്നും ആര് വോട്ട് ചെയ്തില്ല എന്നോ നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമുക്കൊരു കടപ്പാടുണ്ട് അവരോട്. 4 വോട്ടിന് നമ്മൾ ജയിപ്പിച്ചല്ലോ. 200-300 ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷത്തില് പ്രഗത്ഭരായ നേതാക്കന്മാരോടാണ് ഞാൻ ഏറ്റുമുട്ടിയിരിക്കുന്നത് ഇവിടെ. ആ സമയത്ത് ഞാൻ ജയിച്ചു വന്നിട്ട് ഇവിടെ ഒരു പുതിയ കുട്ടിയായിരുന്നു. ആ കുട്ടി അങ്ങനെ ഒരു താല്പര്യത്തോടുകൂടി നിന്നുമല്ലായിരുന്നു. 4 വോട്ടിന് ജയിക്കാന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട്. പക്ഷെ എനിക്കതിങ്ങനെ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി. പിന്നിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ കാരണം പിന്നീട് അന്ന് വോട്ട് എണ്ണുന്ന ദിവസം വരെ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ ഉണ്ട്, എന്നെ വിശ്വാസമില്ലേ, കൂടെ ഞാനുണ്ട്, അത്ര സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിച്ചു. ആ സ്നേഹത്തിൽ നമ്മൾ വീണു പോകും. സത്യമാണ്. അതെ അതെ, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ വീണു പോകുന്നുള്ളത് സത്യമാണ്. ഏത് കൊടുങ്കാറ്റ് അടിച്ചാലും നമ്മളതൊക്കെ മറന്ന് പുള്ളി സംസാരിക്കുമ്പോൾ നമ്മളത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ വീണു പോകും. അങ്ങനെ ഒരു മഹാസിദ്ധി പുള്ളിയുടെ കയ്യിലുണ്ട്. അയ്യോ നല്ല, അത് ഇപ്പോഴും എന്നോട് വന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിൽ അങ്ങോട്ട് പെട്ടുപോകും നമ്മൾ. അതാണ് അവസ്ഥ. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്നറിയോ, എന്നോട് പലരും പറഞ്ഞെങ്കിലും ലാസ്റ്റ് മൊമെൻ്റ് വരെ എന്നോട് സംസാരിച്ച് എനിക്ക് എല്ലാ ധൈര്യവും തന്ന്, ഇവിടെ എന്തൊക്കെ പ്രശ്നം നടക്കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ കൂടെ, എന്നെ വിശ്വാസമില്ലേ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. വിശ്വാസമുണ്ട്. അങ്ങനെ ആ സമയത്ത് എനിക്ക് നല്ല വിശ്വാസമാണ്. എന്നോട് ചോദിച്ചപ്പോൾ 100-ന് 101% വിശ്വാസമാണ്. അത്രയും എൻ്റെ മനസ്സ് അതിൽ മുഴുകിപ്പോയി. എനിക്കാണ് തെറ്റുപറ്റിയത്, വേറെ ആർക്കുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ് നിൽക്കണ്ടെന്ന്. എനിക്ക് എൻ്റെ വെൽവിഷേഴ്സ് 2-3 പേര് പറഞ്ഞു നിൽക്കണ്ടെന്ന്. അപ്പം ഞാനത് ഇതിൽ വീണു പോകരുത്, നമ്മളില്ലെങ്കിലും മുനിസിപ്പാലിറ്റി ഉണ്ടാവും ഇല്ലേ, അങ്ങനെ വിചാരിക്കണമായിരുന്നു. ഞാനത് വിചാരിച്ചില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയൊരടിയാണ്, അതിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ. അപ്പം ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചു. 5 കൊല്ലം ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ 2 വട്ടം ചെയർമാനും KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ ഈ 4 വോട്ടിന് ജയിക്കുമ്പോൾ KPCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആ മുനിസിപ്പാലിറ്റിയിൽ ACC ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ 2 പദവിയിലും ഞാൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ അവിടെ ഏറ്റവും പുറകിൽ, ഞാൻ വെറൊരു കൗൺസിലറാണല്ലോ, അപ്പോൾ ഏറ്റവും പുറകിൽ പുതിയ കൗൺസിലേഴ്സ് വന്ന് അവരുടെ കൂടെ പോയിരുന്നു ഞാൻ. അപ്പോൾ ഈ മുനിസിപ്പൽ ചെയർമാൻ ഇതിലൊക്കെ പെട്ട എന്നെ നിർബന്ധിച്ചതിൻ്റെ കൂടെ ഉള്ള ചെയർമാനാണ്. ആ ചെയർമാന് വേണമെങ്കിൽ പറയാം, ചേച്ചി ഇവിടെ ഇരിക്കാം ഫ്രണ്ടിൽ, സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, ഞാൻ എന്നെ ക്ഷണിക്കുക, അതൊരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ചെല്ലില്ല. പക്ഷേ എനിക്ക് സംഭവിച്ച ആ ഒരു വിഷമത്തിന് തരണം ചെയ്യാൻ വേണ്ടിയെങ്കിലും എന്നോട് പറയാം, ഒരു പ്രായച്ചിത്തം പോലെ പറയാം. കാരണം ആ ചെയർമാനായ വ്യക്തി നന്നായിട്ട് എന്നെ നിർബന്ധിച്ചതാ, ചേച്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഭരണം കിട്ടുള്ളൂ, ചേച്ചിക്ക് ഞാനുണ്ട് കൂടെ, എന്ത് സഹായത്തിന്, ഇങ്ങനെ പറഞ്ഞതാ. അപ്പോൾ ആ ചെയർമാന് വേണമെങ്കിൽ എന്നെ ആ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇരിക്കുക, ആരും എതിര് പറയില്ല. കാരണം ആ കൗൺസിലിൽ 2 വട്ടം ചെയർമാനായ ഒരാളും ഇല്ല, ഒരു വട്ടമായ പോലും ഇല്ല, ആളില്ല.
പിന്നെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നതമായൊരു സ്ഥാനത്തുള്ള ആളാണ് ഞാൻ. APCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മളായതുകൊണ്ട് അവർ വിലയില്ലാതെ ആക്കിയാലും അതിന് വിലയില്ലാതെ ആവില്ലല്ലോ. പക്ഷെ ഞാൻ ആരും അർഹതയില്ലാത്തവരടുത്തും പോയി അത് ആവശ്യപ്പെടാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ പുറകിപ്പോയിരുന്നു. ഞാൻ എന്നെ ശിക്ഷിച്ചതാണ്. എന്നിട്ട് ഞാൻ തുടങ്ങുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വരുള്ളൂ, കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പോരും. അതിന് വിമർശനങ്ങൾ പുറത്തൊക്കെ കേട്ടു. പക്ഷേ ഞാൻ രാജിവെക്കില്ല. രാജിവെച്ചാൽ ജനങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്ക് മുഴുവൻ ടൈം അവിടെ ഇരുന്ന് ഇവർ പറയണതിനൊക്കെ ഏറ്റുപിടിച്ച് LDFനോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറില്ല. അത് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ പോരും. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോരും. അങ്ങനെ 5 വർഷം ഞാൻ തള്ളി നീക്കി. ആ 5 വർഷം ഒരു നല്ല വാക്ക്, നമ്മളൊരാളോടൊരു തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു സാന്ത്വനിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ തെറ്റൊക്കെ മറക്കും. അതുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ ഞാനതൊക്കെ വിട്ട് കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒതുങ്ങി. ജീവിതം ഇങ്ങനെ പോയിക്കോട്ടെ. നമ്മുടെ ബുദ്ധി കുറവുകൊണ്ടാണ്, നമ്മളുടെ ബുദ്ധി കുറവുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ പറ്റും. അപ്പം നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയണം, ശിക്ഷിക്കണം. അതാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുപോലെ ഞാൻ എന്നെ ശിക്ഷിച്ചതാണ് 6 കൊല്ലം. ഈ കഴിഞ്ഞ 6 കൊല്ലം ഞാൻ മരണം വരെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ അതിൽ നിന്ന് കളയേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതവും അതിലേക്ക് ഒതുങ്ങി. എൻ്റെ മോളുണ്ട്. ഈ 6 വർഷത്തോളം കോൺഗ്രസിൽ നിന്നുള്ള ആരും അന്വേഷിച്ചിട്ടില്ല. എന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ വിളിക്കും, പലരും വിളിക്കും. പക്ഷെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി, ഒരു വിഷമകരമായൊരു അനുഭവം ഉണ്ടായി. ഈ എൻ്റെ കൂടെ കേസിലൊക്കെ പോകേണ്ടി വന്ന, ഞങ്ങൾ ഒരുപാട് പണം ചെലവാക്കിയാൽ ഓടി ഇതിൻ്റെ പുറകെ. ഒരു പാർട്ടി സഹായിക്കാൻ വന്നില്ല. ഈ കേസ് നടത്താനേ തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ പോകണം ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ. അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ അയോഗ്യരായിട്ട് പ്രഖ്യാപിച്ചു, എന്നെ, രാജുവിനെ. ഞാൻ ചെയ്യാത്ത തെറ്റ്, ഞാൻ കോൺഗ്രസിന് വിരുദ്ധമായിട്ടൊരു വാക്ക് പോലും പറയാത്ത എന്നെ കൂറുമാറ്റത്തിനാണ് ശിക്ഷിച്ചത്. എന്തിന്? വത്സല പ്രസന്നകുമാറിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന്. അതാണ്. അതൊക്കെ കൂടി എനിക്ക് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള അനുഭവങ്ങളുണ്ട് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. രാജു ഞാനുമാണ്. ഞങ്ങളെ തെരഞ്ഞു പിടിച്ചാണ് ആക്രമിച്ചത്. ഇപ്പം നമ്മളോട് സ്നേഹമായിട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്, എല്ലാവരും പാർട്ടിയിൽ തന്നെ ഉള്ളവരല്ലേ. എന്നിട്ട് പണം ചെലവാക്കിക്കൊണ്ട് ഓടിയത് ഇതിനൊക്കെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അയോഗ്യത പ്രഖ്യാപിച്ചു ഇലക്ഷൻ കമ്മീഷൻ. നമുക്ക് എതിരായിട്ട് നിന്ന് അതിൽ വക്കീലിൻ്റെ ഒക്കെ കുഴപ്പങ്ങളുണ്ട്. അതിൽ പല അലിഗേഷൻസ് നടന്നിട്ടുണ്ട്. ശരിയായ രീതിയിലല്ല കേസ് പോയത്. എന്നിട്ട് ഞങ്ങൾ സ്റ്റേ മേടിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ വന്നു. അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ അടുത്ത് വന്നു. രാംകുമാർ സ്റ്റേ മേടിച്ചു തന്നു. ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നിയത്. എന്താണെന്നറിയോ, നമുക്കിപ്പോൾ കൗൺസിലിൽ ഇരിക്കാൻ കൊതിയായിട്ടല്ല, നമ്മൾ അയോഗ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോണ ഒരു രംഗമുണ്ടല്ലോ, അത് മനസ്സിന് സഹിക്കാൻ പറ്റാത്തൊരു രംഗമാണ്. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ എന്താ, നമ്മൾ അയോഗ്യരാണ്. കൂറുമാറ്റം. എവിടെ കൂറുമാറിക്കണ? കോൺഗ്രസ് വിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. കൂറുമാറിയവരാണ് ഞങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി എല്ലാ പണിയും ചെയ്തത്. അവരെ സഹായിച്ചത് നമ്മുടെ അഡ്വക്കേറ്റ് VD സതീശനാണെന്ന് അറിവ് കിട്ടി. ആ വക്കീലിനൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അതെല്ലാം ഞാൻ കളഞ്ഞു മനസ്സിൽ നിന്ന്. ഇപ്പം പൊങ്ങി വന്നതാ ശരിക്കും ഈ ഒരു സന്ദർഭത്തിൽ. എല്ലാം കളഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ 3 പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചു, ഈ സ്റ്റേ കയ്യിൽ വെച്ചുകൊണ്ട്. അപ്പം ഞങ്ങൾ മത്സരിക്കാൻ ഇത് കൊടുക്കും, നോമിനേഷൻ കൊടുക്കും. അപ്പുറത്ത് ഉള്ളവർ വന്ന് ഞങ്ങളുടെ അയോഗ്യത കൊണ്ടുവരും. അപ്പം നമുക്ക് കിട്ടിയ സ്റ്റേ ഉണ്ടെന്ന് നമ്മൾ കാണിക്കും. അങ്ങനെ കാണിച്ച് അവസാനം ഞാൻ പറഞ്ഞേ, ഇത് ഞങ്ങളെ ഇനി ശിക്ഷിക്കട്ടെ, ഇതിൻ്റെ പുറകെ പോണില്ല, കേസ് അവിടെ കിടക്കട്ടെ, ഇനി അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ ഇലക്ഷനിൽ 2ാമത് ജയിച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ യോഗത്തിൽ അവരുടെ നേതാവ് പറഞ്ഞു, 6 മാസത്തിനകം വത്സല പ്രസന്നകുമാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഇറക്കി വിടും ഞങ്ങളെന്ന് പറഞ്ഞു ഹൈക്കോടതി. അപ്പോൾ അത് കുറേ നൂലാമലകൾ അതിലുണ്ടായിരുന്നു. ഈ കേസ് ഇതിൻ്റെ പുറകെ പോയിട്ട് കുറേ പണവും പോയി. ഞങ്ങളുടെ ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോൾ നമ്മൾ കോടതിയിൽ ഹാജരാകുമ്പോൾ വക്കീലിനൊക്കെ ഫീസ് കൊടുക്കണ്ടേ, എന്തോരം പൈസ ആവശ്യമില്ലാതെ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴാണ് നമുക്ക് പിന്നെ നിൽക്കണമെന്നും പിടിച്ചു നിൽക്കണമെന്നും തോന്നണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അവസാനത്തെ അടിയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ
മതിയായി എനിക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ഇല്ല, അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ കുടുംബം മോളെ ഇവിടെ കൊണ്ടുവന്നു. അവർ സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങി, കൊച്ചുണ്ട്, ആ കൊച്ചിനെ നോക്കാം. ഞാൻ എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തി. കുറച്ച് നമുക്ക് പല വിഷയങ്ങൾ ആത്മീയമായ കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് പോയപ്പോൾ തന്നെ എല്ലാ വിഷമങ്ങളും മാറി. അപ്പം വി.ഡി. സതീശൻ നമ്മളോട് ചെയ്തതിനൊക്കെ ക്ഷമിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ വി.ഡി. സതീശന്റെ ഒരു കൂർമ്മ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് ഈ 4 വോട്ട് മാത്രമായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞതും. സതീശന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അദ്ദേഹം തലേ ദിവസം ഇപ്പം വി.ഡി. സതീശൻ എവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നാൽ ഞാൻ പറയാം, വോട്ട് എണ്ണുന്ന എൻ്റെ തലേ ദിവസം രാത്രി എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, പേടിയുണ്ടോ? രാത്രി 11 മണിക്ക് അദ്ദേഹം എന്നോട് ചോദിക്കുക, പേടിയുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് പേടി തോന്നുന്നുണ്ട്. ഓരോരുത്തർ പറയണു ജയിക്കില്ല ജയിക്കില്ല, എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, ഞാൻ വേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം അനങ്ങിയാൽ ഞാൻ അറിയും. പുള്ളി പറയണതാ. എനിക്ക് ആ പുള്ളി ഞാൻ 100% ദൈവത്തിനെ പോലെ വിശ്വസിച്ചു. അത് എന്തൊക്കെ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം കളഞ്ഞിട്ട് വിശ്വസിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഉറപ്പിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ജയിച്ചല്ലോ. ജയിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ വന്നു, അങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ കഴുത്തിൽ കിടന്ന ഷാൾ അങ്ങോട്ട് ഇട്ടെന്ന് ചോദിച്ചു. സന്തോഷം, ഞാൻ സന്തോഷത്തിലാണ്. 4 വോട്ടെങ്കിൽ 4 വോട്ട് ഭരണം കിട്ടിയില്ലോ, എനിക്ക് ആ സന്തോഷമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ മുഖം മ്ലാനായിരുന്നു. എനിക്ക് മനസ്സിൽ തോന്നി, എന്തത് ഭരണം കിട്ടിയില്ലോ, ഞാൻ ജയിക്കുകയും ചെയ്തു. എൻ്റെ വിചാരം ഞാൻ ജയിക്കണമെന്ന് പുള്ളി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. ആ നിമിഷം വരെ ഞാൻ അങ്ങനെ വിചാരിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു, പുള്ളി എന്തെങ്ങനെ വിഷമിച്ച് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ഓരോന്നോരോന്ന് അനുഭവമാണ് ഗുരുനാഥൻ. എന്നോട് പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല. എന്നെ വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർലമെൻ്ററി പാർട്ടി വെച്ചു. DCC പ്രസിഡൻറ്റും എല്ലാവരും വന്നു. അവിടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നു, കൗൺസിലേഴ്സ് വന്നു, ഞാനും ചെന്നു. ഞാനൊരു KPCC ജനറൽ സെക്രട്ടറിയാണ്. ഒരു ഭരണം, പുതിയതായിട്ടൊരു ഭരണം തീരുമാനിക്കുമ്പോൾ ഈ KPCC ജനറൽ സെക്രട്ടറിക്ക് ഒരു പങ്കില്ലേ അതിൽ? നമുക്ക് ആരെ ചെയർമാനാക്കണം, ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ആരെ എടുക്കണം എന്ന്, ഇതൊക്കെ മാറ്റി വയ്ക്കട്ടെ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? അപ്പം ഞാൻ അവിടെ നിന്ന് ജയിച്ചതുകൊണ്ടാണ് ആ ചോദ്യം എന്നോട് ചോദിക്കാത്തത്. ഞാനതാ മനസ്സിലാക്കണേ. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയായിപ്പോയി. എനിക്കതിൽ വിഷമമുണ്ട്. പക്ഷെ ഞാൻ ആദ്യം മുതൽ ഇതിൽ വിശ്വസിച്ചിരുന്നിട്ട് ഇനി എങ്ങനെ ഞാനിത് ഇട്ട് കളഞ്ഞിട്ട് പോകണമെന്നാണ്. എനിക്ക് അങ്ങനെ പോകാനും വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു, നടക്കട്ടെ 5 കൊല്ലം. എന്നിട്ട് രമേശ് ഡി കുറുപ്പെന്ന് ഒരാൾ ഓടി വന്ന് പേര് പറയണു, അടുത്ത ആൾ പിന്താങ്ങണു, രമേശ് ഡി കുറുപ്പ് ചെയർമാനാവണു. ഞാൻ വേറൊരു കാഴ്ചക്കാരി, KPCC ജനറൽ സെക്രട്ടറി, വെറും കാഴ്ചക്കാരി. ആ അനുഭവം ഒന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കളഞ്ഞിട്ട് ഞാൻ ഈ 5 കൊല്ലവും ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അവിടെ നമുക്ക് അവഗണിക്കപ്പെടുമ്പോൾ നമ്മൾ എടുത്തു കളയുന്നതും നമ്മൾ സ്വയം പോണതും രണ്ടാണ്. അപ്പോൾ ആ വേദന എല്ലാം ഞാൻ അനുഭവിച്ച് തീർത്തു. പിന്നെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലേക്ക് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് BJPയിലേക്ക്? അപ്പോൾ ഞാൻ എങ്ങും പോകണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് പലയിടത്തുനിന്നും ഉണ്ടോയെന്ന് ചോദിക്കണ്ടായിരുന്നു, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന്. പക്ഷെ ഞാൻ എങ്ങും പോകാൻ ഉദ്ദേശിച്ചില്ല. രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ BJPയിലേക്ക് എനിക്ക് ഇവിടെ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഒരാളെ എന്നെ തേടി വന്നു. ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്ക് വേണ്ട, ഞാൻ ഇനി ഒന്നിനും നിൽക്കാൻ തയ്യാറല്ല, എല്ലാം മതിയാക്കി വേറൊരു തലത്തിലേക്ക് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡിന് നല്ല അഭിപ്രായമുണ്ട് BJP ഭരണത്തെക്കുറിച്ച്, നരേന്ദ്രമോദിജിയുടെ ഭരണത്തെക്കുറിച്ച്. വളരെ നല്ല, ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത അഭിപ്രായം പറയുന്നതാണ്, കറക്റ്റായിട്ട്. എന്നോട് എപ്പോഴും ഇരുന്ന് പറയും, ഓരോ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയും. അതെല്ലാം ആ അഭിപ്രായമൊക്കെ വെച്ചിട്ട് പറഞ്ഞു, നമുക്ക് കിട്ടിയൊരു ലാസ്റ്റ് ചാൻസാണ്, നമ്മുടെ കാലം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ചാൻസ് അത് പാഴാക്കി കളയരുത്, ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് അത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, വീണ്ടും ആരെങ്കിലും ഇനിയും ഒരു പ്രാവശ്യം കൂടി നമ്മളോട് പറയുകയാണെങ്കിൽ അപ്പം നോക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരാളും കൂടി വന്നു, ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ. വി.ഡി. സതീശനെതിരെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം ഇല്ലെങ്കിലും എനിക്കിവിടെ അല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇതെൻ്റെ നാടാണ്.
ഞാൻ ഈ ഇവിടെ കല്യാണം കഴിച്ചു എന്ന് പറവൂര്, പക്ഷെ പുത്തൻവേലിക്കരക്കാരിയാണ് ഞാൻ, തൊട്ടപ്പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം ഞാൻ അറിയുന്നവരാണ്. ഇത്രയും കാലം ഇരുന്നതല്ലേ, ഇത്രയും കാലം ജനപ്രതിനിധി ആയിരുന്നില്ലേ. അതുകൊണ്ട് മിക്കവാറും എല്ലാവരുമായിട്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. അത് വോട്ടാവണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ BJPയുടെ സീറ്റ് ഇപ്പോൾ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ മത്സരിക്കും. അത് കിട്ടണമെന്ന് അവർ തന്നെ തീരുമാനിച്ച് നമുക്ക് തരുമായിരിക്കും, തന്നാൽ മത്സരിക്കും. അത് VD സതീശനായാലും ആരായാലും ജയവും തോൽവിയും രണ്ടാമത്തെ ഘടകം, മത്സരിക്കുക എന്നതാണ് ഒന്നാമത്തെ. ഭാരതത്തിന്റെ തന്നെ നാഥനായ നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ലോക രാഷ്ട്രങ്ങളുടെ മുഴുവനും മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറയുന്ന ആയുഷ്മാൻ എന്ന് പറയുന്ന ആ ഇൻഷുറൻസ് പദ്ധതി, 5 ലക്ഷം രൂപ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ കുറഞ്ഞതൊരു 10,000 രൂപ കയ്യിലില്ലാണ്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ പോകാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. മരുന്നുകളുടെ വില ഓർത്തിട്ടുണ്ടെങ്കിൽ മരുന്നുകളുടെ വില 5-1 കുറയ്ക്കുന്ന മരുന്നുകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് പദ്ധതി 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും. സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ എടുത്തിട്ടില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയോ പാവങ്ങൾക്ക് അത് ഉപയോഗപ്പെടും. എത്രയോ പേര് ചികിത്സ കിട്ടാതെ മരിച്ചു പോകണുള്ളൂ. ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് പണമില്ലാതെ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനോട് യോജിച്ച് നിൽക്കേണ്ടതാണ്. നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരോട് യോജിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. അത് ചെയ്യുന്നില്ല. ഇവിടെ ഒരുതരം മുരടിച്ച രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് അത് ചെയ്യുന്നില്ല. അനുഭവമാണ് നമ്മുടെ. അത് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ ദൈവം, ഞാൻ അതാ വിചാരിക്കുന്നത്. കാരണം കുറേ നാളും കൂടി നമുക്ക് ഇതിൻ്റെതൊക്കെ ഒരു മേന്മ കിട്ടണം നമ്മുടെ ജനങ്ങൾക്ക്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കുറച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങളൊക്കെ വികസിക്കാൻ അതൊരു കാരണമാവട്ടെ. ഇപ്പം കേന്ദ്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് നിർത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രധാനമന്ത്രിയാവാനുള്ള ചാൻസ് എത്രത്തോളം? അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാനിപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ജനം സർവാത്മന അംഗീകരിച്ചുകൊണ്ടിരിക്കുക. അത് എനിക്കിപ്പം ബോധ്യം വന്നു കേട്ടോ. പല സ്ഥലത്തും ഞാൻ അടിയുറച്ച് ഞാൻ ഉണ്ടായിരുന്ന പാർട്ടി, ആ പാർട്ടിക്കാരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് പേര് അവരുടെ അടുത്ത് സ്വകാര്യമായി സംസാരിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ അത് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചു പറയണേ ഞങ്ങളൊക്കെ അതിലാണ്. ഇപ്പോഴെങ്കിലും വന്നല്ലോ, ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അത് ഒരു തിരിച്ചറിവിൻ്റെ പാതയാണത്. ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയണത് നമുക്ക് കേട്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ എന്തായാലും നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യമൊന്നും പറയാൻ ഞാൻ ആളല്ല. ACC മെമ്പറായിരുന്നത് ഞങ്ങളൊരു സമ്മേളനത്തിന് മാത്രമേ അവിടെ പോകുന്നുള്ളൂ, അല്ലാണ്ട് നമുക്കതിൽ അധികാരമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഇപ്പുറത്തുള്ള നന്മ കണ്ട് അതിലേക്ക് ആളുകൾ ആകൃഷ്ടരായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവർ അത് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതേ പറയാനുള്ളൂ. ഇനിയൊരു ജീവിതം ഞാൻ വിചാരിക്കുക എൻ്റെ കുറച്ച് കാലവും കൂടി ഉണ്ടാവുക. ആൾക്കാർ എപ്പോഴാണ് വീണ്ടും മരിക്കണമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കോവിഡ് വന്നതിന് ശേഷം ഒരു കണക്കുമില്ല മരിക്കുന്നതിന്. പ്രായമൊന്നൊരു ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഒരു പാർട്ടി മാറണമെന്നോ മത്സരിക്കണമെന്നോ ഒന്നും വിചാരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് ഇത് വന്നിരിക്കുന്നത്. ഞാൻ വന്നതിന് ഇപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരു ധൈര്യം കിട്ടി. പിന്നെ എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരെനിക്ക് ധൈര്യം പകർന്നു തന്നു. ഞാനത് നിൽക്കാമെന്ന് വിചാരിച്ചു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അവസരം ലഭിച്ചാൽ VD സതീശനെതിരെ മത്സരിക്കും. അവസരം കിട്ടിയാൽ ആർക്കെതിരെ മത്സരിക്കാനും തയ്യാറാണ്. നന്ദി.